ഹായ് പറ, ഹായ് പറ, അതിൽ നോക്ക് ഹായ്. രാവിലെ ടാറ്റയൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയ റെൻ്റഡ് ഹൗസ് വൃത്തിയാക്കാൻ പോയിട്ടാ. ഞാൻ ചേട്ടനും കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പോയി വെച്ച് ചേട്ടൻ പോയി, ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഞാൻ ബസ്സിൽ പോയി. നമ്മൾ റെൻ്റഡ് ഹൗസ് എടുത്തിട്ട് 2-3 ദിവസമായി. 2 ദിവസം വന്ന് വൃത്തിയാക്കലൊന്നും നല്ലോണം നടന്നില്ല. ഒരുപാട് ജോലി കിടക്കുന്നു. തൂക്കാനും തുറയ്ക്കാനും കഴുകി ഇറക്കാനൊക്കെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ചേട്ടൻ്റെ കൂടെ വരാമെന്ന് വിചാരിച്ചത് അവസാനം ഞാൻ ബസ് വരെയിട്ട് വന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ പണിയൊന്നുമല്ല, ഒരു വിധമൊക്കെ നമുക്ക് തീർക്കണം ജോലിയൊക്കെ. ഈ കാണാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത്രയും സാധനങ്ങൾ ഇനി അറേഞ്ച് ചെയ്ത് വെക്കാനെ കൊണ്ട് ഞാൻ വീടിൻ്റെ ബാക്കിൽ നിന്നാണ് ഇന്ന് തുടങ്ങിയത്. ഫ്രണ്ടിൽ നിന്നൊന്നും തുടങ്ങാൻ തോന്നിയില്ല. ബാക്കിലെ ചായ്പിൽ നിന്ന് തുടങ്ങി. നല്ല കരിയിലും കുറേ നാളായിട്ട് അടച്ചിട്ട വീടായതുകൊണ്ട് ഇഷ്ടംപോലെ പൊടിയും കരിയിലും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തലേക്കുന്ന ദിവസം ഞാൻ വന്ന് തൂത്തിട്ടാണ് പോയത്. എന്നിട്ടാണ് ഞാൻ പിറ്റേന്ന് വന്ന് തൂക്കുന്നത്. എന്നിട്ടും അഴുക്കാൻ. ഈ ഭാഗമൊന്നും തൂത്തില്ലായിരുന്നു. അന്നേരം അകവും ഹാള് റൂമൊക്കെ മാത്രമേ തൂത്തുണ്ടായിരുന്നു. ഇന്നാണ് പിറകെ തൂത്തുന്നത്. ഇത് ഒരു അടുക്കളയുണ്ട്, 2 അടുക്കളയുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇത് കരിയടുപ്പൊക്കെ വെച്ചേക്കുന്ന അടുക്കളയാണ്. അവിടെ നല്ല പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. പൊടി എന്നൊക്കെ പറഞ്ഞാൽ അപാര പൊടിയാണ്. അടിച്ചിട്ടുണ്ട് എല്ലാ കിളിയും പോയി. വികൽച്ചാലേ ഒന്നാമത് തല പൊട്ടുന്ന വേദനയോ അതിലൂടെ പൊടി അടിമേ നല്ല തൊണ്ടങ്ങ് കടിക്കണം. മൂക്ക് ഒരിക്കുകയും ചെയ്യുന്നു, തുമ്മയും ചെയ്യുന്നു. വീടിച്ചിന് തലവേദന. നട്ടിപ്പൊളി ദിവസം ഉണ്ടായി. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ബൾബ് ഇട്ടിട്ടില്ല. ഇരുട്ട ചെറിയ ഈ ഇടയിൽ കൂടെയൊക്കെ പറഞ്ഞാൽ വെട്ടമൊക്കെ ഉണ്ട്. ആ വെട്ടത്തിൽ വേണതൊക്കെ ചെയ്യാൻ ബൾബ് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇടാൻ. ഒരു വഴിക്ക് പൊടിയുടെ അതും ഇതിൻ്റെ എല്ലാം പ്രശ്നം കാണും. തുമ്മലും ചൊറിച്ചിലും തൊണ്ടകടിയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് വെട്ടമില്ലായ്മ അടുത്ത പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള വെട്ടത്തിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 10,000 തവണയെങ്കിലും ചേട്ടനെ വിളിച്ച് കാണുമ്പോൾ എത്താറായില്ലേ ഓഫീസിൽ നിന്ന് വരാറായില്ലേ, ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വന്നതേ ഇല്ല. ഇത് വീഡിയോ പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് നല്ല പണിയുണ്ടായിരുന്നു. തോനെ സമയമെടുത്താണ് ചെയ്തത്. ഇതിൽ ഓരോ സ്ഥലത്തും ഞാൻ ഓരോരുത്തർ മാറുമ്പോൾ ആലോചിച്ചാണ് ഇതൊക്കെ ഓരോ റൂമുകളാണ് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു. വിയർത്ത് കുളിച്ച് എൻ്റെ ഊപ്പാടും വലിപ്പം വന്നത് ഇവിടെ തൂത്ത് വാരി തീർന്നപ്പം തന്നെ. വീട് കാണാൻ വലുതൊക്കെ ആണെങ്കിലും പക്ഷേ പഴയ വീടാണ്. ഹാളിൽ സിറ്റൗട്ടിൽ മാത്രമേ ടൈലുള്ളൂ. ബാക്കി മൊത്തം സിമൻറ്റ് തേച്ചത് അറിയുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും. നമ്മൾ തുടച്ച് നടന്നാലും കാര്യം നടക്കുള്ളൂ. എപ്പോഴും മുടിയായിരിക്കും. ഞാനാണെങ്കിൽ അടിച്ചു വാരിയൊക്കെ കൊണ്ടുവരാനും മറന്നു. വീടിൻ്റെ അകം മൊത്തം തൂത്ത് തീർന്നു. നമുക്ക് തുടയ്ക്കാം. തൂത്ത് തീർന്നപ്പോഴത്തേക്കും എന്താ വലയായി. എനിക്ക് കൊമ്പ് വന്ന് പോയി തുടയ്ക്കാനൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തുടയ്ക്കല്ലേ. ഇത് വെള്ളം കൊണ്ട് ഒഴിച്ച് ഞാൻ തുറപ്പ് വെച്ച് കഴുകി ഇറക്കണം. ഇത് തുടയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പാടാണ്. കാരണം വലയും പൊടിയെല്ലാം ഞാൻ അടിച്ച് വാരി ഇട്ടിട്ട് കാരണം കാണുന്നിടത്ത് എല്ലാം വലയായിരുന്നു. വല അടിച്ചടിച്ച് ഇവിടെ നിന്നൊക്കെ ഞാൻ വല അടിച്ച് പിന്നെ വന്നപ്പോഴും കിടക്കുന്ന വലകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കഴുകി ഇറക്കാനാണ് വിചാരിച്ചത്. ഈ തുറപ്പെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ എന്തോ, ഞാൻ ചൂല് വെച്ച് അടിച്ചിറക്കാനാണ് ഉദ്ദേശിച്ചത്. കഴുകി 4 മുറി കഴിഞ്ഞ്. ഇനി ഹാളുണ്ട്, എൻ്റെ അടുക്കളയുണ്ട്, സിറ്റൗട്ടുണ്ട്. 4 കഴുകി തൂത്ത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വയ്യ ചെയ്യാൻ. 2 ദിവസം വന്നിട്ട് കുഴപ്പമായിട്ട് വിട്ട് ഇന്നാണ്ട് ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടി വരുന്നു. പൊട്ടും പോയാൽ അത് പോയി. ഇരുന്ന് കഴിഞ്ഞാൽ സമയമല്ലേ. ഇത് തൂത്ത് കഴിഞ്ഞ് ഇവിടെ തൂത്തല്ലല്ല കഴുകി കഴിഞ്ഞിട്ട് വേണം എന്തേലും ഇവിടെ കഴുകി കഴിഞ്ഞിട്ട് വേണം മുറ്റമൊക്കെ തൂത്ത് ഒന്ന് കിളച്ചൊക്കെ സെറ്റ് ചെയ്യണം. കാടൊക്കെ കയറി മൊത്തം എന്താണ് ചവറൊക്കെ ആയി കിടക്കുകയാണ്. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യണം. അയ്യോ ഇരുന്നാലും ശരിയാവില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ചേട്ടൻ ഇതുവരെ വന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെയ്തു തരാം. നമ്മൾ ഈ മോപ്പം വെച്ച് നിന്നുള്ള തുറപ്പല്ലല്ലേ, ഈ നടുവും കുഞ്ഞ് നിന്ന് തുറപ്പം വെച്ച് കുനിഞ്ഞ് കിടന്ന് തൂത്ത് കളയലിരുന്ന വെള്ളം മൊത്തം. അതുകൊണ്ട് 4 റൂം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ച്. അതാണ് 4 റൂം കഴിഞ്ഞപ്പോൾ വയ്യെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ ഹാളിലിറങ്ങി അവസാനമേക്ക് കുനിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്ന് തുറപ്പാൻ. ഇതാണെങ്കിൽ ഒരു പണിയും കിട്ടി. അടുക്കളയിലോട്ട് വെള്ളം തൂത്തി ഇറക്കിയപ്പോഴത്തേക്കും തിരിച്ച് ഹാളിലോട്ട് ഇറങ്ങിപ്പോയിരുന്നു. ഇത് അടുക്കളയിൽ നിൽക്കില്ലായിരുന്നു, തിരിച്ച് ഹാളിലോട്ട് തന്നെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ അത് കുറേ നേരം പിന്നെ അടുക്കള വന്ന് അടുക്കള കഴുകി അതിൻ്റെ തിട്ടപ്പുറം എല്ലാം കഴുകി വൃത്തിയാക്കി. എന്നെക്കൊണ്ട് തോനെയും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ചെയ്ത് കിട്ടുന്നപ്പോഴത്തേക്ക് എൻ്റെ ഊപ്പാട് വന്നു. കുറേയൊക്കെ ഞാൻ ചെയ്ത് തീർത്ത്. മൊത്തം ജോലികളും അന്ന് തന്നെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അവസാനം ക്ഷീണിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകിയിട്ട് ഇപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് മൊത്തം വിയർത്ത് കാണുന്നുണ്ടോ. എനിക്കങ്ങനെ വിയർപ്പൊന്നും പുറത്ത് കാണത്തില്ല. മണിപ്പൂലൊക്കെ ഭാഗത്തെ പുറത്ത് വരും. മുഖം കിടന്നൊരുമാതിരി ഓയിലി സ്കിൻ കണക്കായിരിക്കണേ. എൻ്റെ ഉപ്പാട് വന്നിച്ച് ഇവിടെ കഴിഞ്ഞാൽ തല ഇറങ്ങി ഞാൻ വീഴും. ചേട്ടൻ വരാൻ ഇനിയും കഴിയും, ഉച്ച കഴിയും. നമുക്കപ്പം കടയിലൊക്കെ പോയിട്ട് വരാം. ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അമ്മച്ചിയുടെ കടയിൽ പോവാം. അവിടെ പോയി വെള്ളം കുടിക്കാം. സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വലിയ സാധനങ്ങളൊന്നും ഇല്ല. ആരും വന്ന് കുരങ്ങൻ വന്ന് മറിച്ചിരുന്നെങ്കിലേ ഉള്ളൂ. നമ്മളെ ഡ്രസ്സും
അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോവാം, ചേട്ടൻ വരുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. ഫോൺ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഫോൺ എടുത്തിട്ട് ക്യാമറ നോക്കിയാണ് വീഡിയോ ആയിപ്പോയി. അപ്പോഴേ മാറ്റി. ഞാൻ ക്യാമറ എടുത്ത് ഓൺ ആക്കണം കാണുമ്പോഴേ അവിടെ നിന്ന് പമ്മി ഒരു നോട്ടോ നോക്കിയിട്ട് ഇവരങ്ങ് മുങ്ങും. എന്നെ കൊണ്ടാക്കി അമ്മച്ചിക്ക് പച്ചക്കറി കട, അതുകൊണ്ട് പച്ചക്കറി കടയിലാണ് വന്നിരിക്കുന്നത്. വെള്ളം കുടിക്കാൻ നേരം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി ചേട്ടൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പം കിടന്നവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചേട്ടൻ ഡിസ്ചാർജായി, അവിടെ ഇപ്പോഴും ഉണ്ട്. ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നവർ, അവരെയൊക്കെ കാണാൻ പോയി. പിന്നെ ഇറങ്ങി ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. നാളെ എന്തൊക്കെ ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നത് ടാറ്റ ബൈ ബൈ, സീ യു.